ശിരൂരിൽ അർജുന്റെ ലോറിയിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളുടെ ഫോറൻസിക് പരിശോധന പൂർത്തിയായി. ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചായിരുന്നു പരിശോധന നടത്തിയത്. മംഗളൂരു ഫോറൻസിക് ലാബിലേക്ക് അയച്ച DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലവും നാളെ ലഭിച്ചേക്കും. അരുൺ പൂപ്പറമ്പ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഈ ലോറിയിൽ നിന്ന് ലഭിച്ച സാധനങ്ങളുടെയൊക്കെ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായി. ഇനി DNA പരിശോധന, അതിന്റെ ഫലം നാളെ വരാനിരിക്കുന്നു. ഇനി തുടർ നടപടികൾ അതൊക്കെ ഏത് തരത്തിലാകും? അർജുന്റെ DNA പരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷമായിരിക്കുമല്ലോ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കടക്കുക. അത്തരത്തിലുള്ള തീരുമാനങ്ങളും ഒക്കെ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അരുൺ? ശ്രീലക്ഷ്മി, ഇതിലിനി DNA പരിശോധനാ ഫലം വരാനുള്ള കാത്തിരിപ്പാണ്. നിലവിൽ ഇപ്പോൾ മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അർജുന്റെയും അതോടൊപ്പം തന്നെ അർജുന്റെ സഹോദരൻ അഭിജിത്തിന്റെയും DNA പരിശോധനയുടെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം നാളെ ഉച്ചയോടെ വരും എന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടോടെ തന്നെ അർജുന്റെ മൃതദേഹം ജന്മനാടായിട്ടുള്ള കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാം എന്ന ഒരു പ്രതീക്ഷയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. രാവിലെ ജില്ലാ പോലീസ് മേധാവിയുടെ ഉൾപ്പെടെ ഇവിടെ എത്തി ആ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ പൂർത്തീകരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ അത്തരം നടപടികളെല്ലാം പൂർത്തീകരിക്കും. ഇനിയിപ്പോൾ DNA-യിൽ ഇത് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം മാത്രമാണ്. നിലവിൽ നമുക്കറിയാം ആ ലോറിയിൽ അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അർജുൻ്റെതായിട്ടുള്ള വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അത് അർജുന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ DNA എന്നതിലൂടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും ഒരു ചോദ്യം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം നടപടികൾ പൂർത്തീകരിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. നേരത്തെ അർജുന്റെ ബന്ധുക്കൾ അത്തരം DNA ആവശ്യമില്ല, അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള അടയാളങ്ങൾ ഉണ്ട് എന്നവർ പറഞ്ഞെങ്കിൽ പോലും ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇനി എന്തായാലും കാത്തിരിക്കുന്നത്. മറ്റ് സജ്ജീകരണം, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതായത് കർണാടക സർക്കാർ പൂർണ്ണമായ ചെലവ് വഹിക്കും. അതോടൊപ്പം കർണാടക പോലീസ് ഈ ആംബുലൻസ്, അതായത് നാട്ടിലേക്ക് പോകുന്ന ആംബുലൻസിനെ അനുഗമിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടമാണ് നിലവിൽ അത് ഏകോപിപ്പിക്കുന്നത്. ഇന്നലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അർജുന്റെ ലോറിയിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളുടെ ഫോറൻസിക് പരിശോധനകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി DNA പരിശോധനയുടെ ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട്. അത് നാളെ ലഭിക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത് അടക്കമുള്ള നടപടികളിലൊക്കെ കടക്കാൻ സാധിക്കുക.